ക്യാൻസർ ആണെന്ന് ഞാൻ തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആദ്യം വന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ എനിക്ക് വിശപ്പില്ലായ്മയായിരുന്നു. പല പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ് ഇതെല്ലാം വേണം. അപ്പം ഇതാണ് എനിക്ക് ജീവിതത്തിൽ ആദ്യം വന്നൊരു തെറ്റ്. 10 കിലോയുടെ വെയിറ്റ് അല്ല, ഓൾറെഡി ഒരു 16 കിലോയ്ക്ക് മേലെ എനിക്ക് വെയിറ്റ് ലോസ് ആ സമയത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ബ്രസ്റ്റിൽ അങ്ങനെ ഒരു ലക്ഷണങ്ങളുമില്ല. സാധാരണ ഒരു ഗതിയിൽ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബ്രസ്റ്റിൽ ഒന്നെങ്കിൽ ശരിക്കും ഒരു മുഴ കണ്ടിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കഷത്തിൽ ഒരു മുഴ കാണാം, അല്ലെങ്കിൽ ബ്രസ്റ്റിന് ഒരു ആ പ്രശ്നമുള്ള ബ്രസ്റ്റിൻ്റെ സൈസിന് ഒരു വലിപ്പം, അതായത് നമുക്ക് പിന്നെ ഒരു നീർക്കെട്ട് പോലെയോ അല്ലെങ്കിൽ നിപ്പിൾ ഉള്ളിലേക്ക് വലിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇത് പുറത്തൊരു കളറ് മാറ്റോ, അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു സൈഡിൽ നമുക്ക് നന്നായിട്ട് വേദന, അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഈ വേദനയൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഫസ്റ്റ് സ്റ്റേജോ സെക്കൻഡ് സ്റ്റേജോ ഒന്നും ആകണമെന്നില്ല, വേദന വരാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ എനിക്ക് ഓൾറെഡി ഇല്ല. അപ്പോൾ ഇല്ലാത്തടത്ത് നമ്മൾ പോയിട്ട് വേറെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ടതായ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം ഇങ്ങനെ ഒരു ഡോക്ടറെ കണ്ടു, അത് തിരിച്ചു വന്നു. അപ്പം എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നി. പക്ഷേ എങ്കിലും എനിക്കറിയാം എനിക്ക് എന്തോ ഒരു പ്രശ്നങ്ങളാണ്. കാരണം ഓൾറെഡി എനിക്ക് തലകറക്കം ആദ്യം തലകറക്കം വന്നുകൊണ്ടിരുന്ന ഒരു ടൈമിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ ഫുഡൊക്കെ കൺട്രോൾ ആക്കിയത് കൊണ്ടായിരിക്കാം. അപ്പം പാരമ്പര്യമായിട്ടൊന്നും എൻ്റെ വീടുകളിലൊന്നും ആർക്കും ഇല്ല. കാരണം എൻ്റെ പപ്പായുടെ വീട്ടിലാണെങ്കിലും മമ്മിയുടെ വീട്ടിലാണെങ്കിലും ഒന്നും ആർക്കും ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവണം എന്നില്ല. ഇന്നിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും പാരമ്പര്യ ഘടകത്തിൽ തന്നെ വരുന്ന ഒരു സംഭവമൊന്നുമല്ല. ഇതൊക്കെ ഇന്നൊരു ജീവിതശൈലി രോഗം തന്നെയാണ് ഈ ക്യാൻസർ. നമുക്കൊന്നിനൊരു ഉഷാറില്ലാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പം ഇതിൻ്റെതായ ഒരു കാരണങ്ങളൊക്കെ ആയിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ളണം. ഇതൊക്കെ നമ്മൾ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് നന്നായിട്ട് നല്ല ഫുഡ് കഴിക്കുക, നല്ലോണം എക്സസൈസ് ചെയ്യുക. എക്സസൈസിൻ്റെ കുറവ് ഏറ്റവും നല്ലൊരു സംഭവമാണ്. ക്യാൻസർ രോഗികൾക്കാണേലും ക്യാൻസർ ഇല്ലാത്തവർക്കാണേലും ഒക്കെ അതനുസരിച്ചുള്ള രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുക. കാരണം ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രോഗം വരാതെ തടയാനും ഈ രോഗത്തെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ കണ്ടീഷനായിട്ട് തന്നെ നമുക്ക് ചികിത്സിക്കാം, മുമ്പോട്ട് കടന്നു പോകാം, ജീവിതം ഉഷാറാക്കാം.